أعوذ بالله من الشيطان الرجيم. الشيطان يعدكم الفقر ويأمركم بالفحشاء والله يعدكم مغفرة منه وفضلا والله واسع عليم. 268 വചനം 3-ാമത്തെ ദിവസമാണ്. അശ്ശൈത്താനു യഅദുകുമുൽ ഫഖറ വയഅ്മുറുക്കും ബിൽ ഫഹ്ശാ. പിശാച് ദാരിദ്ര്യം പറഞ്ഞ് നിങ്ങളെ ഭീഷണിപ്പെടുത്തുകയും നീചവൃത്തികൾക്ക് നിങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. വല്ലാഹു യഅദുകും മഗ്ഫിറതൻ മിൻഹു വഫദ്ല. അല്ലാഹു അവൻ്റെ പക്കൽ നിന്നുള്ള പാപമോചനവും അനുഗ്രഹവും വർധനവും നിങ്ങളോട് വാഗ്ദത്തം ചെയ്യുന്നു. വല്ലാഹു വാസിഉൻ അലീം. അല്ലാഹു വിപുലമായ കഴിവുള്ളവനും എല്ലാം അറിയുന്നവനുമാകുന്നു. ഈ വചനത്തെ വളരെ വിശദമായി നമ്മൾ മനസ്സിലാക്കി. ഇനി ഈ വചനത്തിൽ നമ്മൾ ഗ്രഹിക്കേണ്ട ഗൗരവമുള്ള ചില പാഠങ്ങളുണ്ട്. അതിലൊന്നാമത്തേത്, മനുഷ്യരോട് പിശാചിനുള്ള ശത്രുത. മനുഷ്യനോട് പിശാച് മനുഷ്യരെ ദുർമാർഗത്തിലേക്ക് കൊണ്ടുപോകും, അതുറപ്പാണ്. അതാണ് അശ്ശൈത്താനു യഅദുകുമുൽ ഫഖറ വയഅ്മുറുക്കും ബിൽ ഫഹ്ശാ എന്ന് പറഞ്ഞത്. പിശാച് മനുഷ്യരുടെ ജന്മശത്രുവാണ് എന്നെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അതിൻ്റെ ഭാഗമാണിത്. രണ്ടാമത്തേത്, മനുഷ്യനെ പിശാച് സ്വാധീനിക്കും. എങ്ങനെ? തിന്മ ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ട്, നന്മ ചെയ്യുന്നതിൽ നിന്ന് തടഞ്ഞുകൊണ്ട്. തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കും, വ്യഭിചരിക്കാൻ പ്രേരിപ്പിക്കും, നന്മയെ തടയും. അങ്ങനെയാണ് നാം പിശുക്കിലെത്തുക. ചെലവഴിച്ചാൽ ദാരിദ്ര്യം വരും എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ നമ്മൾ ചെലവഴിക്കാതെ പിടിച്ചു വെക്കും. മൂന്നാമത്തെ പാഠം, ശുഭാപ്തി വിശ്വാസമില്ലായ്മ, തശാഉം അല്ലെങ്കിൽ അശുഭാപ്തി വിശ്വാസം. അത് പിശാചിൻ്റെ ക്രിയേഷനാണ്, പിശാചുണ്ടാക്കുന്നത്. യഅദുകുമുൽ ഫഖറ. പിശാചാണിവിടെ ഫഖറിനെ പറഞ്ഞ് നമ്മളെ ഭീഷണിപ്പെടുത്തുന്നത്. അവനാണ് ഈ ശുഭാപ്തിയില്ലായ്മയുടെ വാതിൽ തുറന്നു തരുന്നത്. അവൻ നമ്മളോട് പറയണം, നീ ഇന്ന് ചെലവഴിച്ചാൽ നാളെ ദരിദ്രനാവട്ടോ, അതുകൊണ്ട് ചെലവഴിക്കണ്ട. മനുഷ്യനല്ലേ, മനുഷ്യനതിന് വഴങ്ങും. കാരണം മനുഷ്യന് പണത്തിനോട് ആർത്തിയാണല്ലോ, അല്ലേ? ലിഹുബ്ബിൽ ഖൈരില ശദീദ്, അതാണ് മനുഷ്യൻ. അപ്പോൾ അവൻ മറക്കും. അല്ലാഹു പറഞ്ഞത്, അല്ലാഹു പറയുന്നുണ്ടല്ലോ, വമാ അൻഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യഖ്ലിഫുഹു വഹുവ ഖൈറുർ റാസിഖീൻ. നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും അത് ബാക്കിയാവും, അതവൻ നിങ്ങൾക്ക് ബാക്കിയാക്കി വെക്കും. അവനാണ് റിസ്ക് നൽകുന്നതിൽ ഏറ്റവും അൽഹംദുലില്ലാ നന്നായി റിസ്ക് ചെയ്യുന്നവൻ എന്ന് പറയുന്നത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മാ നഖസത് സദഖത്തും മിൻ മാൽ. സദഖ ചെയ്തിട്ട് ആരുടെയും സമ്പത്ത് കുറഞ്ഞു പോകില്ല. അപ്പോൾ അത് നമ്മൾ മറന്നുപോകും. കാരണം ഈ പിശാചിൻ്റെ പ്രേരണ കാരണം. നാലാമത്തെ കാര്യം, പിശാചിന് മനുഷ്യനോടുള്ള ശത്രുതയുടെ ആഴമാണ്. ഒരു നന്മയും മനുഷ്യന് കിട്ടുന്നത് പിശാചിന് ഇഷ്ടമല്ല, ഒരു നന്മയും. അതെ, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അത് നന്മ പറഞ്ഞു തരുന്നതിൽ ശത്രുവാണ്, നന്മ നേടിത്തരുന്നതിലും പിശാച് ശത്രുവാണ്. അതുകൊണ്ടാണ് ഇവിടെ ദാരിദ്ര്യത്തെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത്, തിന്മകൾക്ക് പ്രേരിപ്പിക്കുന്നത്. അള്ളാഹു കാക്കട്ടെ. അഞ്ചാമത്തെ കാര്യം, ഈ ബുഖ്ല്, പിശുക്ക് എന്ന് പറയുന്നത് ഫാഹിഷത്തുകളിൽപ്പെട്ടതാണ്. ഇവിടെ നോക്കൂ, ചെലവഴിക്കേണ്ട സന്ദർഭത്തിൽ ചെലവഴിക്കേണ്ട കാര്യത്തിന് ചെലവഴിക്കാൻ സാധിക്കാതെ പോവുകയും
ചെലവഴിക്കാൻ പാടില്ലാത്ത കാര്യത്തിൽ ചെലവഴിക്കുകയും ചെയ്യുക. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അത് ഫാഹിഷത്താണ്. ആറാമത്തെ വിഷയം, ഒരു വ്യക്തിയാട്ടെ, ഒരു മനുഷ്യൻ നന്മയ്ക്ക് വേണ്ടി നാം ചെലവഴിക്കുമ്പോൾ നമ്മളെ പിടിച്ചു വെക്കുന്നുവെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, അവൻ ശൈത്താനാണ്. അത് ഏത് രൂപമായാലും. ദുർവ്യയത്തിന് വേണ്ടി, ദൂർത്തിന് വേണ്ടി കൽപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, അവനും ശൈത്താനാണ്. മനസ്സിലായില്ലേ? സൂറത്തുൽ ഇസ്രായിൽ കൃത്യമായി പറഞ്ഞല്ലോ അത്. ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ശയാത്തീൻ വക്കാന ശൈത്താനു ലിറബ്ബിഹി കഫൂറ. നന്ദിയില്ലാത്തവരാ. ഏഴാമത്തെ കാര്യം, ചെലവഴിക്കുന്നവന് അള്ളാഹുവിൻ്റെ സന്തോഷവാർത്തയാണ്. 2 സന്തോഷവാർത്തയാണ്. ഒന്ന് മഗ്ഫിറത്ത്, രണ്ടാമത്തേത് ഫദ്ല് അഥവാ വർധനം. നോക്കിങ്ങൾ, ഭയങ്കര വ്യത്യാസം ഇവിടെ. 2 ഭയങ്കര വ്യത്യാസം. പിശാചിൻ്റെ വാഗ്ദത്തം എന്താ? ഫഖറാണ്, ദാരിദ്ര്യമാണ്, അല്ലേ? അള്ളാഹുവിൻ്റെ വാഗ്ദത്തോ മഗ്ഫിറത്തും ഫദ്ലുമാണ്. അള്ളാഹു നമുക്ക് 2 വാഗ്ദത്തങ്ങളാണ് നൽകുന്നത്. ഒന്ന് മഗ്ഫിറത്ത് അഥവാ തെറ്റുകളെ പുറത്തു തരും. രണ്ടാമത്തേത് ഫദ്ല് അഥവാ നമ്മുടെ സമ്പത്തിൽ വർധനവ്, ബർക്കത്ത്, വളർച്ച ഒക്കെ ഉണ്ടാവും. ഇത് പറയുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ചോദിക്കും, എങ്ങനെയാണ് ചെലവഴിച്ചാൽ ബർക്കത്തുണ്ടാകുക? ഭൗതികമായി കുറയല്ലേ ചെയ്യുക? 10 ദിർഹമുള്ള ഒരാൾ അതിന് 1 ദിർഹം കൊടുത്താൽ പിന്നെ 9 ആയില്ലേ? എങ്ങനെയാണ് വർധനവ്? അങ്ങനെ പലരും ചോദിക്കാറുണ്ട്. ഉത്തരം, പരലോകത്ത് ഈ ചെലവഴിച്ചതിൻ്റെ പ്രതിഫലം, അതിൻ്റെ പേഴ്സൻറ്റേജ് വർധനവ് എത്രയാണ്? അൽ ഹസനത്തു ബി അശ്രി അംസാലിഹ ഇലാ 700 ضعف ഔ അദ്ആഫ് കസീറ. 10 ഇരട്ടി മുതൽ 700 വരെ, അല്ലെങ്കിൽ 700-നേക്കാൾ. അതാണ് പരലോകത്ത് അതിൻ്റെ വർധനവ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായില്ലേ? ഒരു കാരക്കൻ്റെ അത്ര നമ്മൾ സദഖ ചെയ്താൽ അതിനെ അള്ളാഹു വളർത്തും. അത് നല്ലതാണെങ്കിൽ വലിയ മലകണക്ക് ഉയരത്തിൽ അത് വളരും. അതാണ് പരലോകത്തുള്ള പ്രതിഫലം. അതാണ് ഒന്നാമത്തെ വർധന. ഇനി ഇത് മനസ്സിലാകാത്തവർ രണ്ടാമത്തെ വർധനവുണ്ട്, ഭൗതികമായ വർധനവ്. അതെങ്ങനെയാണ്? അത് ശരിക്ക് ചെലവഴിക്കുന്നവനെ മനസ്സിലാവും, അല്ലാത്തതിന് മനസ്സിലാവില്ല. ചെലവഴിച്ചവൻ അനുഭവിച്ചിട്ടുണ്ടാവും. അതെങ്ങനെയാണ്? ഈ സദഖ ചെയ്യുന്നവന് ഒരിക്കലും അവൻ വിചാരിക്കാത്ത രീതിയിൽ പുതിയ പുതിയ വാതിലുകൾ അവൻ്റെ മുമ്പിൽ തുറന്നു വരും. അവൻ്റെ സമ്പത്ത് വർദ്ധിക്കാനുള്ള, കച്ചവടം വർദ്ധിക്കാൻ, കൃഷി വർദ്ധിക്കാനൊക്കെ അങ്ങനെ വർദ്ധിക്കും. അതാണ്. രണ്ടാമത്തേത്, അവൻ്റെ സദഖ ഉണ്ടല്ലോ, അതവനെ പല ആപത്തുകളിൽ നിന്നും സംരക്ഷിക്കും. ആ സദഖ അവൻ ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ സംഭവിക്കാവുന്ന വലിയ ആപത്തിൽ നിന്ന് ആ സദഖ അവനെ എന്ത് ചെയ്യും? സംരക്ഷിക്കും. മൂന്നാമത്തേത് ബർക്കത്താണ്. ബർക്കത്ത് കുറച്ച് മതിയാവും അവന്. അതെന്നെ ധാരാളം, അവൻ്റെ എല്ലാ ആവശ്യങ്ങളും തീർന്നിട്ടും ബാക്കിയുണ്ടാവും. അതാണ് ബർക്കത്ത്. അത് ചെലവഴിക്കുന്നവർക്ക് ശരിക്ക് അനുഭവമുള്ളതാണ്. ചെലവഴിക്കാതെ കെട്ടിക്കൂട്ടി വെച്ചോനോ, ഓന് എത്ര കിട്ടിയാലും മതിയാവില്ല. വല്ലാത്തൊരാപത്താണല്ലോ അത്, അല്ലേ? ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ 7 കാര്യങ്ങളും പറഞ്ഞു. 8ാമത്തെ കാര്യം മഗ്ഫിറത്താണ്. അള്ളാഹു നമുക്ക് മഗ്ഫിറത്ത് വാഗ്ദത്തം ചെയ്യുന്നുണ്ട്. സദഖ ചെയ്താൽ മഗ്ഫിറത്ത മിൻഹു എന്നാണ് പറഞ്ഞത്. അത് അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേക മഗ്ഫിറത്ത്. മനസ്സിലായില്ലേ? അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അതാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖിനോടുള്ളൊരു വസിയ്യത്തുണ്ടല്ലോ, അദ്ദേഹം ചോദിക്കുന്നുണ്ട് എനിക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തരിക. അപ്പോൾ പറഞ്ഞാൽ എന്താ പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു വാചകം, ഫഗ്ഫിർ ലീ മഗ്ഫിറത്തൻ മിൻ ഇൻദിക് വർഹംനി. ഫഗ്ഫിർ ലീ മഗ്ഫിറത്തൻ മിൻ ഇൻദിക്, നിൻ്റെ പക്കൽ നിന്നുള്ള മഗ്ഫിറത്ത് എനിക്ക് നീ നൽകണമേ എന്ന്. അത് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നാണെന്ത് മഗ്ഫിറത്ത്. സുബ്ഹാനല്ലാഹ്, ഭയങ്കരമാണ്. 9ാമത്തെ കാര്യം, ചെലവഴിക്കുന്നവൻ അള്ളാഹുവിൻ്റെ വാഗ്ദത്തത്തെക്കുറിച്ചുള്ള ശുഭപ്രതീക്ഷയാണ്. വല്ലാഹു യഅദുക്കും മഗ്ഫിറത്തൻ മിൻഹു വഫദ്ലൻ. എപ്പോഴും നമ്മൾ അള്ളാഹുവിനെക്കുറിച്ച് ഹുസ്നുൽ തന്നെയാണ് നമുക്കുണ്ടാകേണ്ടത്. ചെലവഴിക്കുന്നവൻ അത് കിട്ടും. ചെലവഴിക്കുമ്പോൾ അള്ളാഹു എൻ്റെ പാപങ്ങൾ ഇത് മുഖേന എനിക്ക് പുറത്തു തരും, എനിക്ക് ഇതിനേക്കാൾ വലിയ ബർക്കത്ത് തരും. അപ്പോൾ നമുക്ക് കെട്ടിപ്പൊട്ടി വെക്കാൻ തോന്നൂല, സക്കാത്ത് കൊടുക്കാതിരിക്കാൻ തോന്നൂല, സദഖ കൊടുക്കാതിരിക്കാൻ തോന്നൂല. പക്ഷെ ഇത് നമ്മുടെ ഉള്ളിലേക്ക് എത്തണം. അതാണ് 10ാമത്തെ കാര്യം. നോക്കൂ, ഇത് അവസാനിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ 2 ഇസ്മുകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്, അല്ലേ? അത് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. വല്ലാഹു വാസിഉൻ അലീം. രണ്ടും 2 ഇസ്മുകളാണ്, അല്ലേ? നമ്മൾ രണ്ടിനും 2 ആശയങ്ങൾ തന്നെ പറഞ്ഞു. എന്നാൽ ഈ 2 ഇസ്മുകൾ കൂടിച്ചേരുമ്പോൾ ഒരു പ്രത്യേകത, 3ാമത്തെ 2 സിഫത്തുകളുമാണല്ലോ. അള്ളാഹു വാസിയാണെന്നുള്ള അള്ളാഹുവിൻ്റെ ഒരു സിഫത്താണ്, ഗുണമാണ്. അലീം എന്നുള്ളൊരു ഗുണം. ഇത് 2 കൂടിച്ചേരുമ്പോൾ 3ാമത്തെ ഒരു ഗുണം ഉണ്ടാവും. അതാണ് അള്ളാഹുവിൻ്റെ ഈ അസ്മാകളുടെ സിഫാത്തുകളുടെയൊക്കെ പ്രത്യേകത. ഒരു ഉദാഹരണം ഞാൻ പറയാം. സൂറത്തു നിസായിലുണ്ട്, ഫഇന്നല്ലാഹ കാന അഫുവൻ ഖദീറ. അഫുവൻ ഖദീറ 2 കൂട്ടിയതാണ്. ഒന്ന് അഫുവും ഒന്ന് ഖദീറുമാണ്. അഫുവും ഖുദ്റത്തും 2 സിഫത്തുകളാണ്. അഫുവൻ ഖദീറും 2 ഇസ്മുകളാണ്. അതിൻ്റെ സിഫത്താണ് അഫുവ് ഖുദ്റത്ത്. അത് കൂടിച്ചേരുമ്പോൾ ഒരു പ്രത്യേകമായ വേറൊരു സിഫത്ത് ഉണ്ടാകുന്നുണ്ട്. അതെന്താ? അഫുവൻ ഖദീറ എന്ന് പറഞ്ഞാൽ അതെന്താ? അള്ളാഹുവിൻ്റെ അഫുവ് അതിനൊരിക്കലും എന്തില്ല, അശേഷം കുറവ് വരില്ല. നമുക്കറിയാം, ചില ആൾക്കാർ നമുക്ക് പുറത്തു തരും. എന്തുകൊണ്ട്? അവർക്ക് ശക്തി ഇല്ലാത്തതുകൊണ്ട്, അല്ലേ? അടി കൊണ്ടാൽ പുറത്തു വരും. എന്താ കാര്യം? തിരിച്ചടിക്കാൻ ആൾക്ക് കഴിയാത്തതുകൊണ്ട്. അള്ളാഹു അങ്ങനെയല്ല. അള്ളാഹു അഫൂവൻ ഖദീറാണ്. എന്നിട്ടും ഖദീറാണ് അള്ളാഹു. എന്നിട്ടും അള്ളാഹു പുറത്തു തരാണ്. സുബ്ഹാനല്ലാഹ്. അതുപോലെയാണ് വാസിഉൻ അലീം. വാസിഉൻ അലീം 2 പുതിയ ഒരു സിഫത്ത്, 3ാമത്തെ ഒരു സാധനം അതിൽ നിന്നുണ്ടാകുന്നുണ്ട്. ഇത് 2 കൂടി കൂടുമ്പോൾ അതെന്താ? അത് അള്ളാഹുവിൻ്റെ ഇൽമ് വാസിയാണ് എന്നതാണ് വാസിഉൻ അലീം. അള്ളാഹുവിൻ്റെ ജ്ഞാനം, അറിവ് വളരെ വിശാലമാണ്. അള്ളാഹുവിൻ്റെ എല്ലാ സിഫത്തും വാസിയാണ്, വിശാലമാണ്. അതാണ് വാസിയ. അള്ളാഹുവിൻ്റെ ഇൽമായാലും അള്ളാഹുവിൻ്റെ സമആയാലും അള്ളാഹുവിൻ്റെ ബസറായാലും അള്ളാഹുവിൻ്റെ ഖുദ്റത്തായാലും ഒക്കെ, അള്ളാഹുവിൻ്റെ ജ്ഞാനമായാലും കേൾവിയായാലും കാഴ്ചയാലും കഴിവായാലും ഒക്കെ എന്താണ്? വാസിയാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു തആല ഇനിയും മനസ്സിലാക്കി ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകുമാറാകട്ടെ.